അതുപോലെ വീട് വെക്കുന്ന കാര്യം പോലും കിച്ചുവിനോട് ചോദിച്ചപ്പോൾ കിച്ചു പറഞ്ഞു ഇവിടെ വെച്ചാൽ മതി. കൊല്ലത്ത് വെക്കണോ കോട്ടയത്ത് വെക്കണോ എന്ന് കിച്ചുവിനോടാണ് ചോദിച്ചത്, എന്നോടല്ല ചോദിച്ചത്. കിച്ചു ആണ് പറഞ്ഞ കോട്ടയത്ത് അച്ഛൻ്റെ സ്ഥലത്ത് വെച്ചാൽ, അച്ഛൻ അവിടെ അല്ലായിരുന്നു, അവിടെ വെച്ചാൽ മതി. ഓക്കെ, അവസാനം എല്ലാം ഉരുത്തിരിഞ്ഞ് കിച്ചുവിന്റെ തലയിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കിച്ചു പറഞ്ഞിട്ടാണ് ചെയ്തത്, അടക്കം ചെയ്ത് കിച്ചു പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും. അടിപൊളി. വീട് എവിടെ വെക്കണമെന്ന് ചോദിച്ചു, കിച്ചു പറഞ്ഞു അവിടെ വെക്കാനത്. കൊള്ളാലേ? അപ്പൊ ഇതാണ് അവസ്ഥ. എല്ലാ അവസാനം കിച്ചുവിന്റെ തലയിലോട്ട് വെച്ച് പതുക്കെ രേഷ്മ തങ്കപ്പൻ രക്ഷപ്പെടാനുള്ള ഓരോരോ പഴുതുകൾ ഉണ്ടാക്കുക. പക്ഷെ എന്ത് ചെയ്യാനാണ്, എല്ലാവരും നിങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ അയൽവാസികൾ പോലും നിങ്ങൾക്കെതിരെ ശബ്ദങ്ങൾ കൊടുക്കണമെങ്കിൽ, കോള് ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രത്തോളം നിങ്ങളോട് ആളുകൾക്ക് ഒരു ദേഷ്യം തോന്നി എന്നുള്ളതാണ്. ഞാനേ സൈഡിൽ ചെറിയൊരു വീഡിയോ വെക്കാം, അത് ശബ്ദം കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ആ ഒരു വീഡിയോ രേണു അല്ലെങ്കിൽ രേഷ്മയുടെ